May I help you? ഞാൻ എടുത്തോളാം. എന്നെ ഉണ്ടാക്കിയത് താങ്കളെ നോക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നിന്നെ ഉണ്ടാക്കിയത് എന്നെ പറ്റിക്കാനല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്ന ഡ്യൂട്ടി അല്ല, അതൊരു വികാരമാണ്. സുബ്രഹ്മണ്യനോട് പറഞ്ഞു സ്നേഹം അറിവാണെന്ന്. ആ, വികാരമുള്ള അറിവാന്ന് സ്നേഹം. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, അത് ഉള്ളീന്ന് വരണം. എവിടെ പോകുന്നു? നിനക്കൊരു പെണ്ണ് കാണാൻ കറണ്ട് ബില്ല് അടച്ചിട്ട് വരാം. ബിൽ ഇവിടെ നിന്ന് അടയ്ക്കാം. ഇലക്ട്രിസിറ്റി ഓഫീസ് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോകണം. You can pay it online. ഞാൻ കാണുമ്പോ തൊട്ട് ഇയാൾ ഇതേ മുണ്ടും കുപ്പായാന്ന്. എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവൻ. രണ്ടെണ്ണം പുതിയ വാങ്ങിക്കൊടുത്തൂടെ? പൈസ അത് പണിയെടുത്ത് ആർക്കും ഉണ്ടാക്കാം. പക്ഷെ പണിക്ക് പോകണം അല്ലേ മധുവേട്ടാ? ഫസ്റ്റേട്ടാ എന്താ ആന്റി പോയ അണ്ണനെ പോലെ ഇരിക്കുന്നത്? ആന്റി അല്ല, അണ്ടി. അണ്ണനല്ല, അണ്ണാൻ. അതങ്ങനെ പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ പോണ്ടി വരും. അച്ഛനെ റോബോട്ട് ഒരു തരത്തിലുള്ള എക്സൈറ്റ് ചെയ്യുന്നില്ല. എക്സൈറ്റിംഗ് ആയ ഒന്നും അത് ചെയ്യുന്നില്ലല്ലോ. മതിയോ, നമുക്ക് പോകാം. ഹലോ, എത്ര നേരമായി വിളിക്കുന്നു ഇപ്പ? ഞാൻ കൂടെ വിളിച്ചാൽ മതിയോ? കുറച്ച് തിരക്കില്ല. തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും ഇല്ലേ ഉപ്പ? എന്റെ മാമനൊന്ന് വീണു, അത് പറയാൻ വിളിച്ചതാ. ഇനി തിരിച്ചു വിളിച്ചാൽ ഇത് തന്നെ പറയാമോ? ഹലോ ഹലോ, അച്ഛനെവിടെ? ഇലക്ട്രിസിറ്റി ഓഫീസ്. ഇഡിയറ്റ്, അച്ഛനെന്തോ ആക്സിഡന്റ് പറ്റുന്നുണ്ട്, പോയി അന്വേഷിക്കേ. Copy that. ആരാ? അമ്മേ, ആ ഓലിന്റെ ബാക്കിൽ ആരോ ഉണ്ട്. അതെന്തെങ്കിലും പട്ടിയോ പൂച്ചയായിട്ടായിരിക്കും. പേടിപ്പിച്ചിട്ടല്ലോ. Hello, Miss Sita. നീ എന്താ ഇവിടെ? മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല. അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇവിടെയാ? ബാറ്ററി ലോ, അതുകൊണ്ട് നിന്നതാണ്. ബാറ്ററി ലോ, ബാറ്ററി ലോ, ബാറ്ററി ലോ. അമ്മ, നമുക്ക് ഇതിനോട് അച്ചാലാ. വീട്ടുവാടയും കൊടുത്ത് നിന്നെ പോറ്റാ ഞാൻ പെടുന്ന പാട് അന്നേരാന്ന്. കൊണ്ട് കൊടുക്ക്. നിക്കമ്മേ, ഞാൻ ഈ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. വൈഫൈ ഉണ്ടോ? Of course. ഇതിനെ കാണാതെ അയാൾ തേടി വന്നതെന്ന് അമ്മ കട്ടോണ്ട് വന്നതെന്ന് പറയും. ഒരു നെറ്റ് കണക്ഷൻ പോലും എടുക്കൂല. ഞാൻ ദയവായിട്ട് അറിഞ്ഞെന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കൂല. ജോലി കിട്ടിയത് തന്നെ. നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്ത് ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞു വിട്, പല്ല് മേടിക്കുന്ന. Battery charged sufficiently. Thank you. Mr. Bhaskaran. ആ സാധനം കാണാൻ കൊണ്ട് വെച്ചതാണോ? കാശുകളാക്കി വീട്ടിൽ വെച്ചത് പണിയെടുക്കാനല്ലേ? എടാ ഉറങ്ങി. ആ വന്നു വാ. എവിടെയായിരുന്നു? കറങ്ങാൻ പോയതാ? കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യേണ്ട എൻ്റെ മാഷെ. വെറുതെ തിന്നു കൊടുത്ത് തടിച്ചല്ലോ നീ. ആ കുടിയൻ ബാബു കണ്ടതെന്നായി, അല്ലെങ്കിൽ എന്താവും. അല്ലെങ്കിലും മാമ, റഷ്യയിലുള്ള മക്കളേക്കാൾ നല്ലതാണ് പയ്യനുള്ള റോബോട്ട്. സുബ്രഹ്മണ്യം വിളിച്ചാൽ അവന് ഫോൺ എടുക്കാൻ പോലും സമയമില്ല.
ഭാഗ്യമല്ലേ ഞാനൊന്നും എഞ്ചിനീയർ ആവാത്തത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഓടെ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ. അപ്പോൾ അമ്മ ഹോട്ടൽ പൂട്ടിയിട്ടില്ല, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. A call from Subramanian. അച്ഛാ എന്താ പറ്റിയച്ചാ? ആ ഒന്ന് വീണു. എന്തിനാ അച്ഛാ ടൗണിലൊക്കെ പോകുന്നത്? എന്താവശ്യം അവൾക്ക് പറഞ്ഞാ പോരെ? ഞാൻ പറഞ്ഞതല്ലേ. നീ എന്നാ ഇനി ഇങ്ങോട്ട്? ഞാൻ ഉടനെ അച്ഛാ. Signal lost. ഈ ചോദ്യം ചോദിച്ചാൽ ലോകത്തുള്ള സകല മക്കളുടെയും സിഗ്നൽ പോകും. ബ്രോ, നമ്മള് സുബ്രഹ്മണ്യം വർക്ക് ചെയ്യുന്ന കമ്പനി അടിപൊളിയാന്ന് കേട്ടാ. ഭയങ്കര ശമ്പളമായിരിക്കും അല്ലേ? ഒരു 4-5 ലക്ഷം ഉണ്ടാവും. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ മധുവേട്ടാ? 5 ലക്ഷേ അത്രക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പണ്ടേ അങ്ങനത്തെ പണിക്ക് പോയാൽ മതിയായിരുന്നു. ബ്രോളെ ഈ സാധനത്തിന് എന്ത് വില ഉണ്ടാവും? 2-3 കോടി എന്തായാലും ഉണ്ട്. കൂട്ടി ജീവിതം കുറച്ചും കൂടി സീരിയസ് ആകും. ഇനിയെങ്കിലും പണിക്ക് പോകും. ഇനി പണിക്ക് പറ്റി എപ്പോൾ ഉണ്ടാക്കാനാ 3 കോടി? മധുവേട്ടാ, ഈ സുബ്രഹ്മണ്യൻ ഞാൻ ഒന്നിച്ച് പഠിച്ചാണ്. ചെറുപ്പത്തിൽ മൂക്കിലൊലിപ്പിച്ച് നടന്ന ഏക്കനാ. ഇപ്പൊ റഷ്യയിലെ എഞ്ചിനീയർ. പണ്ടേ അങ്ങനെ നടന്നാൽ മതിയായിരുന്നു. പാപ്പായെ വിളിച്ചോ? ബൈ. അമ്മ ഇല്ലാത്തത് വലിയ പ്രശ്നമാണ്. ചുപ്പണ്ണ അമ്മായി മിസ് ചെയ്തിട്ടുണ്ടോ? അമ്മയെ മിസ് ചെയ്യാനുള്ള ചാൻസ് അച്ഛൻ തന്നിട്ടില്ല. ഞാൻ ജനിച്ചപ്പോ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയേ. ആ അതാണ് കാര്യം, അച്ഛനമ്മയും ഡിവോഴ്സ് ആവാനുള്ള. So funny. We malus na. സോറി. ഒരു മോളെ ഈ ശവത്തിന് കാവൽ നിൽക്കുന്ന പോലെ ഈടെ നിൽക്കാണ്ട് മുകളിലെങ്ങാനും പോയി ഉറങ്ങാൻ നോക്ക്. ഒരു റോബോട്ട് ഉറങ്ങാറില്ല. താങ്കൾക്ക് നീ വേണമെങ്കിൽ ഉറങ്ങണ്ട. ഈ എമർജൻസി ഓഫ് ചെയ്തിട്ട് ഈടുന്നൊന്ന് മാറാവോ? സുബ്രഹ്മണ്യൻ ഓൺലൈൻ. നീ ഉണ്ടിക്കോ. കുറേ നാളായി വിചാരിക്കുന്നു ഭാസ്കരന്റെ കുഞ്ഞപ്പനെ കാണണമെന്ന്. ഇന്നാണ് സമയം കിട്ടിയത്. കുഞ്ഞപ്പനോ? ഈ നാട്ടുകാരെല്ലാം പറയുന്നു കുഞ്ഞപ്പൻ എന്നല്ലേ. നാട്ടിലെല്ലാവർക്കും അറിയാം കുഞ്ഞപ്പൻ. ന്യൂ നെയിം അപ്ലോഡഡ്. നമസ്കാരം കുഞ്ഞപ്പ, ഞാൻ ജാനകി. ഇത് ടൈലർ രഘുവിന്റെ അമ്മ. ഹലോ. ഇതെന്റെ ഏടത്തി ദേവകി. ഞങ്ങൾ ഒരുമിച്ചാ താമസം. ഒരു തുണി ഉടുക്കാൻ കൊടുക്ക് ഭാസ്കര. നാട്ടുകാർ പറയില്ലേ തുണി ഉടുക്കാതെ പെണ്ണുങ്ങ കണ്ട നാണക്കേടല്ലേ. റഷ്യയിലല്ലേ ഇങ്ങനെയാന്ന്. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം? നാണം എന്ന് പറഞ്ഞ ഉളുപ്പ്. ഉളുപ്പ്? അങ്ങോട്ടൊന്ന് നോക്ക. എന്തൊരു സ്നേഹാന്ന്. ഇനി നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇതുവരെ ഇതുപോലെ തല തോർത്ത് തരാൻ? ആദ്യം ഒന്ന് കുളിക്ക്, എന്നിട്ടല്ലേ തോർത്ത്. മെല്ലെ തുടക്കടാ. വെള്ളം പോകണ്ടേ? എന്നാ തുടച്ച് കൊല്ല്. Wrong command. എങ്ങോട്ടായി കുന്തത്തിനെ കൊണ്ട്? കുന്തമല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 by Kyoto Dynamics. Glad to meet you. എന്തെങ്കിലും ആയിക്കോട്ടെ, അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അകത്ത് കയറി പോരുത്.
ഉണ്ടാക്കിയത് എൻ്റെ മോനാന്ന്, താമസം എൻ്റെ കൂടെയാണ്. ഇവന് ഹിന്ദു മതത്തിൽ നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. പിന്നെ നിങ്ങളിങ്ങനെ പൂജാരി? അതല്ല, ഈ കുന്തം പറഞ്ഞതിൽ വിശ്വാസമില്ല എന്നാ പറഞ്ഞേ. ഇത് ഹിന്ദു ആണെന്നുള്ളതിന് എന്താ തെളിവ്? യദ്യ വിഭൂതിമത് സത്വം ശ്രീമദോർജിത മേവവ തത്തദേവാവഗച്ഛത്വം മമ തേജോ അംശസംഭവം. മനസ്സിലായില്ല? ഇതൊരു സംഭവമാക്കണ്ട, അകത്തേക്ക് കയറ്റാന്ന് അർത്ഥം. ഞാനിപ്പോ 3 വരെ 4 ഐശ്വര്യത്തോട് കൂടിയോ ശ്രീയോട് കൂടിയോ കരുത്തോട് കൂടിയോ ഉള്ള ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായത് തന്നെയെന്ന് നീ അറിഞ്ഞാലും. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 41-ാം ശ്ലോകം. ബാലരമല്ല. ഭാസ്കരൻ എന്നോട് ക്ഷമിക്കണം. ഈ യന്ത്രത്തിന് അകത്തേറ്റി അശുദ്ധാക്കാൻ പറ്റില്ല. ഇവൻ ഹിന്ദുവാന്ന്. എന്ത് ഹിന്ദു? നിങ്ങളെ തീരുമാനിക്കുക ഹിന്ദു ആണെന്ന്? എല്ലാം മുരളി, ഹിന്ദുക്കൾക്ക് മാമോദീസ ഇല്ലല്ലോ. നിങ്ങൾ അടക്ക്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നമല്ല. ഒരു ദിവസം രാവിലെ ഒരുത്തം മാറ്റി നിങ്ങൾ അളിയെന്ന് പറഞ്ഞാല് നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തോ? നിങ്ങൾ വീട്ടിൽ കയറ്റിരുത്തോ? ഞാൻ ഇരുത്തൂല. ആ, എന്നാ നിങ്ങൾ ഉണ്ടണ്ട. ഹിന്ദു ആണെന്ന് കാണിക്കാൻ നെഞ്ചു വളർന്ന് ഭഗവാനെ കാണിക്കാൻ പറ്റും. ഇത് ഭയങ്കര ഐശ്വര്യം തന്നെയല്ലേ? എന്തെല്ലാം കാണണം. റെയിൽവേ സ്റ്റേഷൻ. വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. ഡൽഹി അത്ര ദൂരമൊന്നുമില്ല. അടുത്തി പാടി വിളിക്കണം കേട്ടോ. നാളെ വൈകുന്നേരം നെറ്റിൽ വിളിക്കാം കേട്ടോ. ചേച്ചി, അമ്മയെ നോക്കണേ. പോന്നെ. സൗദാമിന് എന്തിനു കരയുന്നു? പോട്ടെ, നല്ല കാര്യത്തിന് പോന്നല്ലേ. ചിരിച്ചോണ്ടല്ലേ യാത്രയാക്കേണ്ടത്. കാര്യമായിട്ട് നല്ലോണം കാര്യമായിട്ട് ഓളെ മനസ്സിന്റെ വിഷമെല്ലാം കാര്യം തീർക്കട്ടെ. കുഞ്ഞപ്പ, യെസ് മിസ്റ്റർ ഭാസ്കരൻ. നിന്റെ ഫേസ്ബുക്കില് സൗദാമിനി ഉണ്ടോ? ഉണ്ടെങ്കിൽ മതി. സെർച്ചിങ് ഫോർ സൗദാമിനി. പോടാ, അതൊന്നുമല്ല. ആ, ഇതന്നെ ഓള് തന്നെ സൗദാമിനി. മോശമല്ല കേട്ടാ, പാളത്തപ്പാനും കൂടെ ആന്നല്ലേ ഫേസ്ബുക്ക്. ഇതെല്ലാം പണ്ടേ കണ്ടുപിടിക്കേണ്ട സാധനം. എനിക്ക് വിശന്നിട്ട് കഴിയുന്നില്ല, ഞാൻ വെക്കുന്നേട്ടാ. അപ്പൊ നീ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലേ? നേരത്തും കാലത്തും കഴിച്ചൂടെ നിനക്ക്? മെസ്സ് ഇപ്പൊ ക്ലോസ് ചെയ്ത് ഞാൻ പോകുന്നു. വിശേഷമൊക്കെ പിന്നെ പറയാം. പോയി കഴിച്ചേ. ഒരു മിനിറ്റ്. അമ്മേന്റെ ഫേസ്ബുക്ക് ഇങ്ങനെ പോണ്. ഓളൊരു ഫേസ്ബുക്ക്. ഒന്ന് പോയേ. ജപ്പാനിൽ ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ നേരിട്ട് പറയും. ഈടങ്ങനല്ല, പോയി ബലാത്സംഗം ചെയ്യും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഈ പ്രായത്തിൽ ഞാനിതൊക്കെ ചെയ്യാൻ പോയ നാട്ടുകാരെന്ത് വിചാരിക്കും? അവിടെ ആരെ എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാം. എനക്ക് കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട. 4 ബംഗാളികൾ 2 സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാൽ തീരുന്നതേ ഉള്ളൂ നിന്റെ ജപ്പാൻ. നമ്മുടെ ഇന്ത്യ അങ്ങനെയാന്ന്, വലുതല്ലേ, അപ്പൊ കാര്യങ്ങളും കുറച്ച് വലുതായിരിക്കും. അവിടെ എത്ര പ്രായമായാലും കല്യാണം കഴിക്കും, എപ്പോൾ വേണമെങ്കിലും കഴിക്കും. കല്യാണം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം. ആടെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഈടെ കല്യാണം എന്ന് പറഞ്ഞാൽ അരിയും പഞ്ചാരയും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ. ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടേത്. നീ വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് പറയുവാന്ന്. പുറത്തൊന്നും പോയി പറഞ്ഞും പാട്ടാക്കരുത്. തീർച്ചയായും. ഭാസ്കര പൊതുവാളിന് പണ്ടൊരു 1 സൈഡ് ലവ് ഉണ്ടായിരുന്നു. വിജയമല്ലിക്ക് ലോൺ കൊടുത്ത പോലെ തിരിച്ചിട്ടാത്ത പ്രേമം.
Oh, nice. എത്രയാന്ന്? 200. ഇയ്യോ. 2. 10 അല്ലേ? 10. എത്രയാ? 229. ബാലൻസ്? ബാലൻസ് എനിക്കല്ലേ 100 റുപ്യ. ആ, അടുത്ത മാസം തരും. നാളെ മുതൽ പത്രം വേണ്ട. ആ പത്രം വേണ്ട പറഞ്ഞു. ഞാനിപ്പോ ഓൺലൈനിലാണ് വായിക്കല്. നിങ്ങളല്ലേ പറഞ്ഞ ഈ പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം. ആ, ഇതും സുഖം തന്നെ. കണ്ണ് തീരെ പിടിക്കുന്നില്ല. ഇതാവുമ്പോ ഇങ്ങനെ ആക്കിയ വലുതാവും. കുഞ്ഞപ്പാ, നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാറി ചാവൂടാ. നോയിക്കോ. മുച്ചിലോട്ട് പോതിയാണ് സത്യം. ഒരു പത്രപ്രവർത്തകൻ നീ നോവിച്ചു വിട്ട് അനുഭവിക്കും. നീ നിന്റെ ജാതകം നോക്കിച്ചോ. സർ, സ്നേക്സ്. ഓനോടല്ലേ? ഓൻ കുടിക്കൂല. അത് ഈ അയ്യപ്പൻ ഗണതിക്കല്ലോ കൊടുക്കല്ലേ ഉള്ളൂ, കഴിക്കല്ലല്ലോ. അവിടെ വെച്ചേ. താങ്ക് യു. ഈ ജന്മസമയവും തീയതിയും വേണം. നക്ഷത്രം കാదు. ആ അച്ഛാ, ഇവൻ ജനിച്ച സമയമൊന്നും വേണമല്ലോ. എന്താ അച്ഛാ? കാര്യമുണ്ട്, പറ. ഡേറ്റും വേണം. അറിയില്ല, ഒരു മിനിറ്റ്. കുഞ്ഞപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ? Manufacturing death. 8 January 2019. 8/1/2019. ധനക്കൂർ, മൃഗം, കുതിര, വൃക്ഷം, കാഞ്ഞിരം, ദേവഗണം, ബ്രാഹ്മണ ഗോത്രം. ഭാസ്കരന് സംസർഗം കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷെ നക്ഷത്രക്കാരന് സമയം ലേശം മോശ. ശത്രുദോഷം, ഉദരസംബന്ധമായ അസുഖം, ഈ മൊബൈലും കമ്പ്യൂട്ടറിലുള്ള പോലെ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആവാം. പിന്നെ നേത്രരോഗം, ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ദൂരയാത്ര പോകണ്ട. കുലദേവതയുടെ ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാവരും പരിഹാരമുണ്ട്. പയ്യന്നൂർ പെരുമാളിന് ഒരു സംക്രാന്തി തോറും ഒരു നെയ്വിളക്ക് തൊഴണം. പിന്നെ വയനാട്ട് അടുക്കുമലയിൽ ഒരു ചാമണ്ടിക്കാവുണ്ട്. അവിടെ ഒരു ആളുവ് നേരണം. എത്രയും പെട്ടെന്നായി അത്രയും നല്ലത്. ഫലം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും. മാമ എവിടെ പോയത്? ആ, ഞാനാ സുകുമാരൻ ജോത്സന്റെ അടുത്തേക്ക് ഒന്ന് പോയതാ. എന്തിനാ? ഇവന്റെ ജാതകം ഒന്ന് നോക്കിച്ച്. കാണുന്നവര് കണ്ണു വെക്കുന്നു. അതുകൊണ്ട് ഒന്ന് ജപിച്ചു കിട്ടി. വേഗം നടക്ക്. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? വേഗം കയറി. ഈ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഒന്നാമത് സമയദോഷമാണ്. നീ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് വേണം. രാവിലെ പറഞ്ഞു കേട്ടതല്ലേ, ആയുസിന് പോലും കേടാണ്. നീയൊക്കെ പോയാൽ എനിക്ക് ആരുണ്ടാ? സുബ്രഹ്മണ്യൻ, പ്രസന്നൻ. വയസ്സാകുമ്പോ അവരും ചാവില്ലേ, പിന്നെ എനക്കാരാ? ജീവനുള്ള വസ്തുക്കളിലെ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ, വാർദ്ധക്യം, രോഗം, ആത്മഹത്യ, കൊലപാതകം, അവിചാരിതമായ അപകടം, പട്ടിണി, നിർജ്ജലീകരണം തുടങ്ങിയ കാരണങ്ങളാൽ നിലക്കുന്നതിനെ മരണം എന്ന് പറയുന്നു. ഇതൊന്നും ഒരു റോബോട്ടിനെ ബാധിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഇപ്പൊ ചുമരിലും ചില്ലുകൂട്ടിലും പിന്നെ റോഡ് സൈഡിൽ കാക്കയ്ക്ക് തൂറാൻ പ്രതിമയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നീ One can erase me. എന്റെ മെമ്മറി മായ്ക്കാൻ പറ്റും. അപ്പൊ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കാം.
താങ്കൾക്ക് പാസ്വേഡ് മാറ്റാം, വിരൽ അടയാളം വെക്കാം. പിന്നെ ഭാസ്കരന് മാത്രമേ എന്നെ മായ്ക്കാൻ പറ്റൂ. ഞാൻ ചെയ്യുന്നതെല്ലാം മിസ്റ്റർ ഭാസ്കരൻ വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ. അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ. എല്ലാം കണ്ടിട്ടുണ്ടാവോ? തീർച്ചയായും.